ഇത് ഹുക്കല്ല, എൻ്റെ അച്ഛൻ്റെ ഹുങ്കാണ്. എൻ്റെ അമ്മയെ കയറി പിടിക്കാൻ നോക്കിയ ഒരാളെ ഇന്നലെ ഞാൻ വീഡിയോ വഴി എക്സ്പോസ് ചെയ്തിരുന്നു. അപ്പോൾ അതെൻ്റെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. കാരണം അച്ഛൻ്റെ വലിയ ബഡാ ദോസ്താണ്, വെള്ളവാടി കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ അതൊട്ടും പിടിച്ചില്ല. അപ്പം പുള്ളിക്കാരനെ ഞാൻ സത്യം ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ അന്ന് എഴുതിയ ഡയറി കുറിപ്പായിട്ട് ജസ്റ്റ് കാണിക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ തന്ത്രത്തിൽ പുള്ളിക്കാരൻ ചെയ്യാൻ നോക്കിയതില്ല, എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് അത് വലിച്ചു കീറി തെളിവില്ലാണ്ടാക്കാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ പൊട്ടൻ അറിയത്തില്ലായിരുന്നു അത് ഫോട്ടോസ്റ്റാറ്റാണെന്നുള്ള കാര്യം. കേരളത്തിലെ മിക്ക വീടുകളിലും ഈ സ്ത്രീകളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഹസ്ബൻഡ്സാണ്. റിജുവിൻ്റെ കല്യാണത്തിൻ്റെ ദിവസം രത്നാകരൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കി. പിന്നെ എന്തർത്ഥത്തിലാണ് താങ്കൾ ഈ സൗഹൃദപരമായ ടച്ചായിരുന്നു പറഞ്ഞത്? ഒന്ന് പറയാം. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ടേ പറയാനുള്ള ഇതുപോലും ഇല്ലാത്ത ത്രാണി പോലും ഇല്ലാതെ അവിടെ പോയിട്ട് അവരുടെ കൂടെ നിൽക്കുന്നു. ഇങ്ങനെയാണ് ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ഇല്ലെന്ന് പറയുന്നത്. സ്വന്തം ഭർത്താവ് പോലും അനുകൂലമായിട്ട് മൊഴി കൊടുക്കാതെ മാറി ഇതാണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ? അവിടെ പോയിട്ട് ഇന്നലെ പറഞ്ഞ് സൗഹൃദപരമായിട്ടുള്ള ടച്ചായിരുന്നു, അല്ലാണ്ട് ഇതൊന്നും അല്ല. മരത്തോടത്ത് എല്ലാവരും കാണട്ടെ. ഇങ്ങനെയാണ് മുഖം കാണിക്ക്. ഏറെ പ്രശ്നമാക്കി ഒരു കുഴപ്പമില്ല. ഇതിനേക്കാൾ വലിയ പ്രശ്നമൊന്നും എനിക്ക് വേറെ ഒന്നുമില്ല. അത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള എല്ലാവരും കാണുന്ന മുഖം മറയ്ക്കുന്നുണ്ടോ? സ്വന്തം ഭാര്യക്കെതിരെ മൊഴി കൊടുക്കാനിരിക്കുന്ന ടീമാണ്. എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടും.